Good afternoon, everyone. Good afternoon, Miss. Good afternoon. Good afternoon. Okay, start here, Namaka. So let's start prayer. മിസ്സേ പ്രയർ ഞാനാണ് കൃപ. Okay. Okay, prayer. In reverence we stand. We stand before thee in reverence of God. We sing in praise of all thine deeds. Do not forsake, accept us, Lord, and give us in full, answer our needs. To thine abode we come and find all our works in beauty light, and heart in full peace in our mind. We bow down, O God, thou art our might. Walk in front of us, O Lord, through paths unknown. With your grace and mercy, hold us tight. We bow down in front of you for your blessings upon ours. Thank you. Okay, Kripa. Then, what of the day and sign in? Thoughts of the day. ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. മഹാത്മാഗാന്ധി. Okay, then sign in. ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ടോർട്ടോയ്സ് ആൻഡ് ദ ബേർഡ്. A tortoise made fun of a bird for building a simple nest from twigs. ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ഒരു ചെറിയ ചില്ലയിൽ കൂട് വെച്ച ഒരു കിളീനെ നോക്കിക്കൊണ്ട് ടോർട്ടോയ്സ് കളിയാക്കി സംസാരിക്കാം. The tortoise boasted about his strong protective shell. അവന്റെ പുറന്തോടിന്റെ ബലത്തെക്കുറിച്ച് ഭയങ്കര വീമ്പളക്കാണ്. The bird smiled and replied. അപ്പൊ അത് കണ്ട് കിളി ചിരിച്ചുകൊണ്ട് അവന് മറുപടി കൊടുക്കാണ്. My nest might be small, but it was full of friends and family. Your shell keeps you safe, but also lonely. എൻ്റെ വീട് ചെറുതാണെങ്കിലും എൻ്റെ കൂട് ചെറുതാണെങ്കിലും അവിടെ നിറയെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. നിന്റെ ഷെല്ലിൽ സ്ട്രോങ് ആണ്, പക്ഷെ അവിടെ നീ ഒറ്റയ്ക്കാണ്. അങ്ങനെയാണ് പലപ്പോഴും നമ്മളുടെ വാസസ്ഥലം വളരെ ചെറുതാണെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചേരാൻ കുറെ സൗഹൃദങ്ങളും കുറെ നല്ല കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ അതിൽ പല മനോഹരമായ സ്ഥലമില്ല. നമ്മൾ എത്രയും സ്ട്രോങ് ആയ ഒരു ബിൽഡിംഗ് പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ അത് വളരെ ഒരു ഏകാന്തവിരഹമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിലേഷൻഷിപ്പ് ആൻഡ് ലവ് മാറ്റർ മോർ ദാൻ മെറ്റീരിയൽ പൊസിഷൻ. ഭൗതിക സ്വത്തുക്കളെക്കാൾ പ്രധാനമാണ് ബന്ധങ്ങളും സ്നേഹവും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. താങ്ക് യു മിസ്. വെൽക്കം മിസ് ടുഡേസ് ക്ലാസ്. വെൽക്കം ഫ്രണ്ട്സ്. Okay, Divya. ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ടോപ്പിക് പ്രസന്റേഷൻ ആണ് അല്ലേ? റെഡിയാണോ എല്ലാവരും? റെഡിയാണ് മിസ്. ആരൊക്കെയാണ്? ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ, അഞ്ജുവും നാദിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവര് എന്തൊക്കെയോ ഹോസ്പിറ്റൽ കേസ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഒരാളുടെ ഹൗസ് വാമിങ്ങും. സോ നന്നായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, ടോപ്പിക് ഏതാണ്? റെക്കോർഡിംഗ് ഇംപെറേറ്റീവ്സ് ആണ് അല്ലേ? അതെ. ഓക്കെ, നന്നായിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ മിസ്സേ? ഓക്കെ ആണോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് ഇംപെറേറ്റീവ്. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് ഇംപെറേറ്റീവ് സെന്റൻസുകളാണ്. ഇംപെറേറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇംപെറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് അറിയണ്ടേ? അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ ഇംപെറേറ്റീവ് സെന്റൻസ് എന്താന്ന്? അറിയില്ല. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തരാം. നമ്മൾ ദിവസവും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ പോലും അറിയാറില്ല ഇത് ഇംപെറേറ്റീവ് സെന്റൻസ് ആണെന്ന് നമുക്ക് പോലും അറിയില്ല. എന്നോട് ഈ ക്ലാസ് എടുക്കാൻ പറഞ്ഞ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത് ഇങ്ങനെയാണോ പറയുന്നത്, ഇംപെറേറ്റീവ് സെന്റൻസ് എന്നാണോ ഇതിനെ പറയുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് തന്നെ.
അപ്പം കുറച്ച് ഇമ്പരേറ്റീവ് സെന്റൻസ് ഞാൻ പറയാം. ഗോ there, ക്ലോസ് ദ വിൻഡോ, ഓപ്പൺ ദ ഡോർ, ഡോണ്ട് മൂവ്, ടേക്ക് യുവർ സീറ്റ്, സിറ്റ് ഡൗൺ, ഡ്രിങ്ക് വാട്ടർ. ഇതൊക്കെ ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. ഇമ്പരേറ്റീവ് സെന്റൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവെ സബ്ജക്റ്റ് ഉപയോഗിക്കാറില്ല, വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് എന്തോ മോനെ കുറച്ച് സ്പീഡ് കുറച്ച് പറയോടാ. ഓക്കെ ഓക്കെ, ടെൻഷനായിട്ടാ. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പരേറ്റീവ് സെന്റൻസ് അതൊന്ന് എഴുതി എടുത്തോട്ടെ, ഒന്ന് പറഞ്ഞും കൂടെ തരുമോ? ഓക്കെ ഓക്കെ. ഗോ there ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഗോ there. അടുത്ത പറയട്ടെ. ഓക്കേടാ. ഓപ്പൺ ദ ഡോർ, സിറ്റ് ഡൗൺ, ഡ്രിങ്ക് വാട്ടർ. എളുപ്പമാണ്, ചെറിയ ഷോർട്ട് സെന്റൻസ് ആണ്. ഡോണ്ട് ടോക്ക്, ചെയ്യുക ചെയ്യരുത് എന്നൊക്കെയുള്ള സെന്റൻസുകളാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? ഈ കമാൻഡ്സ് പോലുള്ളതാണോ ഇമ്പരേറ്റീവ് സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമാൻഡ് കൊടുക്കുന്നു. അതെ 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 അതെ. അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത് പറഞ്ഞു വരാം, അതിലേക്കാണേ വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് റിപ്പോർട്ടിംഗ് വെർബ് പഠിക്കേണ്ടതുണ്ട്. അതിലാണ് ഈ കമാൻഡ് ഒക്കെ വരുന്നത് കേട്ടോ. സാധാരണയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? said, സെഡ്, സെഡ് ദാറ്റ് അല്ലേ? അതെ അതെ. ടോൾഡ്, ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ആസ്ക്ഡ് അല്ലേ? അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തരം സെന്റൻസുകളിൽ, അതായത് ഇമ്പരേറ്റീവ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കുന്നത്. ഓർഡേർഡ്, കമാൻഡഡ്, പറയട്ടെ. ഓർഡേർഡ്, കമാൻഡഡ്, requested, advised, begged, warned, said, told, അങ്ങനെ എക്സെട്ര. ഇതുപോലെ ഇതൊക്കെ റിപ്പോർട്ടിംഗ് വെർബുകളാണ്. നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകൾ പറയാവേ. ഓക്കെ. ഓർഡേർഡ്, ഒന്നും കൂടെ പറയാവോ? ഓക്കെ 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 പറയാം. ഒന്നാമത്തത് ഓർഡേർഡ്. എഴുതിയോ? ഓർഡേർഡ് എഴുതിയോ? കമാൻഡഡ്, കമാൻഡഡ്, COMMANDED, കമാൻഡഡ്. റിക്വസ്റ്റഡ്, requested, advised, advised, begged, warned, WARNED, warning, warned, said, told. ഇനിയുണ്ട് കേട്ടോ റിപ്പോർട്ടിംഗ് വെർബുകൾ. സജസ്റ്റഡ്, അങ്ങനെ കുറച്ച് എണ്ണം കൂടിയുണ്ട്. അപ്പം ഈ പറയുന്ന ഏതൊരു റിപ്പോർട്ടിംഗ് വെർബും നമുക്ക് ഇമ്പരേറ്റീവ് സെന്റൻസുകളെ ഈ റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സെന്റൻസുകൾക്ക് അനുസരിച്ചാണ്, അതായത് സെന്റൻസിന്റെ മീനിങ്ങിനനുസരിച്ച് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കാനായിട്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകളാണെങ്കിൽ ഏതായിരിക്കും വരിക? കമാൻഡഡ്. ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകളാണെങ്കിൽ കമാൻഡഡ് വരും. ഏതെങ്കിലും തരത്തിലുള്ള കൽപ്പനകളാണെങ്കിൽ ഏതാ വരിക? ഓർഡേർഡ്. അതെ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകളാണെങ്കിലോ? റിക്വസ്റ്റഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങളാണെങ്കിൽ അഡ്വൈസ്.
ഏതെങ്കിലും തരത്തിലുള്ള യാചനകളാണെങ്കിൽ ബെഗ്ഡ്. begged, ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളാണെങ്കിൽ വാണ്ട്. ഇത് മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായോ? yes, ഓക്കെ. പോസിറ്റീവ് ഇംപെരേറ്റീവ് സെന്റൻസും ഉണ്ട്, നെഗറ്റീവ് ഇംപെരേറ്റീവ് സെന്റൻസും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇംപെരേറ്റീവ് സെന്റൻസുകളെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പോവാണ്, റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, പറയട്ടെ അത്. ഓക്കെ. സബ്ജക്റ്റ് പ്ലസ്, എല്ലാരും എഴുതി വെച്ചോട്ടോ. സബ്ജക്റ്റ് പ്ലസ്, നമ്മൾ പോസിറ്റീവ് ഇംപെരേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നതാണേ പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ്, അതായത് കമാൻഡഡ്, ഓർഡേഡ് അതൊക്കെ വരും കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് എന്താണ് അതായത് പറയാം. സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു, TO. നമ്മൾ പോസിറ്റീവ് ഇംപെരേറ്റീവ് ആണെങ്കിൽ വെർബിന് മുമ്പിൽ നമ്മൾ ടു ചേർക്കണം. അതാണ് പറഞ്ഞത്. ടു, TO, ടു പ്ലസ് V1. വെർബിന്റെ ബേസ് ഫോം ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറ്. ഓക്കെ ആണോ? yes, ഇനി നെഗറ്റീവ് ഇംപെരേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്ട്രക്ചർ പറഞ്ഞുതരാം. സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് നോട്ട് ടു. നമ്മൾ നേരത്തെ പോസിറ്റീവിലാണെങ്കിൽ വെർബിന് മുമ്പിൽ ടു ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് ഇംപെരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ, അതായത് ഡോണ്ട് ഒക്കെ വരുന്ന സെന്റൻസ് ഇല്ലേ, ചെയ്യരുത്, ആ സെന്റൻസുകൾക്ക് നമ്മൾ വെർബിന് മുമ്പിൽ നോട്ട് ടു ആണ് ഉപയോഗിക്കാറ്. നോട്ട് ടു പ്ലസ് V1. ഇത്രയും മനസ്സിലായോ? എന്നാ ബാക്കി എക്സാമ്പിൾ നാദിയ പറഞ്ഞു തരുവേ. ഓക്കെ മിസ്? Okay, Anju, thank you. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ പോസിറ്റീവ് ഇംപെരേറ്റീവ്സും പറഞ്ഞു, നെഗറ്റീവ് ഇംപെരേറ്റീവ്സും പറഞ്ഞു. ഇനി എന്താണ് പോസിറ്റീവ് ഇംപെരേറ്റീവ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ. ഒരു സെന്റൻസ് കണ്ടാൽ അത് പോസിറ്റീവ് ഇംപെരേറ്റീവ് ആണോ നെഗറ്റീവ് ഇംപെരേറ്റീവ് ആണോ എന്ന് നമുക്ക് കണ്ടെത്തണം. എന്നിട്ടല്ലേ നമുക്കത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് എഴുതാൻ പറ്റുമോ? നമ്മൾ ഒരു സെന്റൻസിൽ ഓൺ അല്ലേടാ? അല്ലല്ല, ഓണാക്കാവട്ടെ. ഓണാക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ട് ഗിവ് മീ സം വാട്ടർ എന്നുള്ളത് എന്താണ്? ഓക്കെ. ലക്ഷ്മി മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ആരും അൺമ്യൂട്ട് ചെയ്യരുത്, ഡിസ്റ്റർബൻസ് ഉണ്ട്, കേൾക്കുന്നില്ല. ഓക്കെ. നാദിയ കേൾക്കുന്നില്ലല്ലോ, ഡിസ്റ്റർബൻസ് മാത്രമേ ഉള്ളൂ, സൗണ്ട് വരുന്നില്ല. ഇപ്പൊ കേൾക്കാമോ മിസ്? നമ്മൾ പോസിറ്റീവ് ഇംപെരേറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് ഇംപെരേറ്റീവും പറഞ്ഞു. ഇനി നമുക്കൊരു സെന്റൻസ് തരുവാണ്. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് റീഡ് ദ ബുക്ക്. ഓക്കെ. അതില് റീഡ് ദ ബുക്ക് ആണ് നമ്മുടെ ഇംപെരേറ്റീവ് വേർഡ്. ഓക്കെ.
ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കുകയാണ്. നമ്മളിപ്പോ അഞ്ചു ഇപ്പോ എന്റെ ഫോം പറഞ്ഞു തന്നു. സബ്ജക്ട് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ്. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡന്റ് റീഡ് ദ ബുക്ക്. അപ്പൊ ഈ സെഡ് എന്ന് പറയുന്നതിന് നമ്മളിപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതേണ്ടത്? അത് റിക്വസ്റ്റ് ആണോ, ഓർഡർ ആണോ? പറയോ? ഹലോ, പറയോ? ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡന്റ് റീഡ് ദ ബുക്ക്. എഴുതിയെടുത്തോട്ടെ. ഓക്കെ. ദ ടീച്ചർ ഓർഡർ അല്ലേ? ഓർഡർ. ഓർഡേഡ്. ടീച്ചർ സ്റ്റുഡൻസിനോട് ഓർഡർ ചെയ്യുമല്ലേ? റീഡ് ദ ബുക്ക്. നമ്മള് ബുക്ക് റീഡ് ചെയ്യാൻ പറയുമല്ലേ? അപ്പൊ അതൊരു ഓർഡർ ആണ്. അപ്പൊ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? ഓർഡേർഡ് അല്ലെ? അപ്പൊ നമ്മുടെ ഈ പോസിറ്റീവ് ഇംപെറേറ്റീവിന്റെ നമ്മള് ഫോം എന്താണ്? സബ്ജക്ട് പ്ലസ് ഇതിൽ ഏതാണ് സബ്ജക്ട്? ദ ടീച്ചർ. സബ്ജക്ട് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? ഓർഡേർഡ്. പ്ലസ് ഒബ്ജക്റ്റ് ഏതാണ്? സ്റ്റുഡൻസ്. സ്റ്റുഡന്റ്. അപ്പം ഇപ്പോ എന്നിട്ട് പ്ലസ് എന്ത് വേർഡാണ് പറഞ്ഞിരിക്കുന്നത്? ടു ചേർക്കണം. പോസിറ്റീവ് ഇംപെറേറ്റീവിന്റെ കൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടു ചേർക്കണം. വെർബിന് മുമ്പ് ടു ചേർക്കണം. ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് ടു റീഡ് ദ ബുക്ക്. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞേടാ. The teacher ordered the student to read the book. The teacher ordered the students to read the book. എഴുതിയെടുത്തോ എല്ലാരും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? The teacher said to the students, read the book. കൊട്ടേഷന്റെ ഉള്ളിൽ വരുന്നത് ടു റീഡ് ദ ബുക്സ് എന്നായിരിക്കും അല്ലെ? അല്ല, നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. കൊട്ടേഷനിൽ വരുന്നത് റീഡ് ദ ബുക്ക്. അതൊരു ഇംപെറേറ്റീവ് ആണ്. ഓക്കെ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് റീഡ് ദ ബുക്ക്. ഓക്കെ, നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യാണ്. ടീച്ചർ പറഞ്ഞത് നമ്മൾ റിപ്പോർട്ടഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് പറയുകയാണ്. ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് ടു റീഡ് ദ ബുക്ക്. കൊട്ടേഷൻ ഇടണ്ട. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എക്സാമ്പിൾ പറയട്ടെ. ക്വസ്റ്റ്യൻ ആണ്, പ്ലീസ് ഗിവ് മീ സം വാട്ടർ ദ ബെഗർ സെഡ്. എഴുതിയോ? പ്ലീസ് give me some water the beggar said. എഴുതിയോ? Yes. അപ്പൊ ഇനി ഇതിലെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? ബഗ്ഗഡ് ആണോ? ബഗ്ഗഡ് ആണോ? ഫസ്റ്റത്തെ വേർഡ് എന്താണ്? പ്ലീസ് അല്ലേ? അപ്പൊ ബെഗ് അപ്പൊ എന്തായിരിക്കും? പ്ലീസ് ആണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, റിക്വസ്റ്റ് അപ്പൊ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് ആണ് അല്ലേ? അപ്പൊ നമ്മള് ഈ ഫോം നമ്മുടെ ഈ പോസിറ്റീവ് ഇമ്പറേറ്റീവിന്റെ ഫോമിലോട്ട് ഒന്ന് പറഞ്ഞേ. സബ്ജക്ട് ഏതാണ്? ബെഗർ. beggar. ദ ബെഗർ. ഓക്കെ, ദ ബെഗർ എന്താണ്? ഓർഡേർഡ് ആണോ? റിക്വസ്റ്റഡ് അല്ല, Requested. റിക്വസ്റ്റഡ് me. ഹിം Requested me. Object me. Okay. Requested. The beggar requested me. അവിടെ എന്ത് ചേർക്കും? വെർബിന് മുമ്പ് എന്ത് ചേർക്കും? ടു To. To give some water. മനസ്സിലായോ? The beggar requested me to give some water. എഴുതിയോ? എഴുതി. എഴുതി. The beggar requested me to give some water. പോസിറ്റീവ് ഇമ്പറേറ്റീവ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? 2 എക്സാമ്പിളും കൂടെ പറയാവോടാ? നെഗറ്റീവിന്റെ എക്സാമ്പിൾ പറഞ്ഞു. എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ, പറയാം. The teacher said, John, show me your notebook. The teacher said, John, show me your notebook. എഴുതിയോ? The teacher said, John. The teacher said, John, show me your notebook. കൊട്ടേഷനിലാണ് എഴുതാനുള്ളത്. The teacher said, John, show me your notebook. എഴുതിയോ? എഴുതി. അപ്പൊ ഇനി നമ്മൾ ഇതിൽ ഇൻഡയറക്റ്റിലോട്ട് മാറ്റിയേ, ഒന്ന് റിപ്പോർട്ട് ചെയ്തേ. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റിയേ നമ്മുടെ ഈ ഫോമില്. ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ആരുമില്ലേ? ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? ഓർഡേർഡ്. ഓർഡേർഡ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ ഈ സെന്റൻസ് മാറ്റും ഇൻഡയറക്റ്റിലോട്ട്? പറയൂ. ടീച്ചർ മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? Ordered to John. നോ നോ, അങ്ങനെയല്ല. ജോൺ വെർബിന് മുമ്പാണ് ടു ചേർക്കേണ്ടത്. മറന്നു പോകരുത്, വെർബിന് മുമ്പാണ് ടു ചേർക്കേണ്ടത്. നമ്മൾ ഫോം പറഞ്ഞു തന്നിട്ടുണ്ട്. സബ്ജക്റ്റ്, റിപ്പോർട്ടിംഗ് വെർബ്, ഒബ്ജക്റ്റ്, ടു ആൻഡ് വെർബ്. ഓക്കെ, വെർബിന് മുമ്പാണ് ടു ചേർക്കേണ്ടത്. എങ്ങനെ പറയാം? ദ ടീച്ചർ, ശ്രീലക്ഷ്മി പറഞ്ഞോ. The teacher ordered John show me to your notebook. ഓർഡേർഡ് വരാം. പിന്നെ ആസ്ക്ഡ് വന്നൂടെ? ടോൾഡ് വരാം. ടോൾഡ് വരാം. ടീച്ചർ ഒരു ഓർഡർ പോലെ കൊടുക്കുന്നില്ല. ടീച്ചർ പറയുന്നല്ലേ, അല്ലെ? ടീച്ചർ ചോദിക്കും, ഷോ മീ യുവർ നോട്ട്ബുക്ക്.
നോട്ട് ബുക്ക് കാണിക്കാൻ ടീച്ചർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് അവിടെ ആസ്ക്ഡ് അല്ലെ, അല്ലെങ്കിൽ ടോൾഡ്. ഓക്കെ, ദ ടീച്ചർ ആസ്ക്ഡ്. ആരോട് ആസ്ക് ചെയ്ത്? ഒബ്ജക്റ്റ് ഏതാണ്? John ജോൺ. to show his ആ notebook. ഹിസ് നോട്ട്ബുക്ക്. ഓക്കെ, കറക്റ്റ്. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എക്സാമ്പിളോട് പറഞ്ഞുതരാം. സിറ്റ് ഡൗൺ ബോയ്സ്. കൊട്ടേഷൻ ആണേ. സിറ്റ് ഡൗൺ ബോയ്സ് സെഡ് ദ പ്രൊഫസർ. Sit down, boys, said the professor. The professor ordered boys to sit down. Yes, okay, correct. മനസ്സിലായോ? ഇനി നെഗറ്റീവ് ഇമ്പറേറ്റീവ്സ് പറയട്ടെ. എഴുതിയോ എല്ലാരും? ആൻസർ ഒന്ന് എല്ലാരും എഴുതിക്കോട്ടോ. ദ പ്രൊഫസർ ഓർഡേർഡ് ദ ബോയ്സ് ടു സിറ്റ് ഡൗൺ. അവിടെ ഓർഡേർഡ് ആണോ മിസ്സേ വരുന്നത്? എവിടെയാണ്? സിറ്റ് ഡൗൺ ബോയ്സ് സെഡ് ദ പ്രൊഫസർ. ആസ്ക്ഡ് വന്നൂടെ? സജസ്റ്റഡ് നിർദ്ദേശമാണോ? അതൊരു ആസ്ക്ഡ് വരുമോ? ഒരു ഓർഡർ അല്ലേ? സജസ്റ്റഡ് ആണോ? അത് സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇത്. ഇപ്പൊ നമ്മളൊരു ലോങ് സെന്റൻസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സിറ്റുവേഷൻ മനസ്സിലാവും. എന്ത് ചെയ്തപ്പോഴാണ് അവരോട് സിറ്റ് ഡൗൺ പറഞ്ഞേ, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിനെസ് കാണിച്ചു, അപ്പൊ എന്തായാലും ഒരു ആജ്ഞാപനായിരിക്കും. അതെല്ലാം വിഷ് ചെയ്തതിന് ശേഷമാണ്, ഇപ്പൊ പ്രൊഫസറിനെ വിഷ് ചെയ്തതിന് ശേഷമാണ് പറയുന്നതെങ്കിൽ കാമായിട്ട് പറയായിരിക്കും. അപ്പൊ ഒന്ന് പറയുന്നതായിരിക്കും, സെഡോ ടോൾഡോ ആയിരിക്കാം. ഓക്കെ, പോസിറ്റീവ് ഇമ്പറേറ്റീവ് ടു ചേർത്ത് എഴുതുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോസിറ്റീവ് ഇമ്പറേറ്റീവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ വേണോ? ഓക്കെ, നെഗറ്റീവ് ഇമ്പറേറ്റീവ്സിലോട്ട് പോവാം. നെഗറ്റീവ് ഇമ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതില് ഡോണ്ട് ഡു നോട്ട് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പറേറ്റീവ് ആണ്. ഡോണ്ട് ക്ലോസ് യുവർ ബുക്ക്, ഡോണ്ട് ഓപ്പൺ യുവർ ബുക്ക്, ഡോണ്ട് ലാഫ്, ഡോണ്ട് ബി മാഡ്. ഈ ഡു നോട്ട് ചേർത്ത് വരുന്ന വാക്കുകളാണ് നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസ്. അത് നമ്മൾ എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്ന ഫോം ഏതാണ്? നമ്മൾ ടു ആണോ ചേർക്കുന്നത്? എവിടെയാണ് നോട്ട് ടു ചേർക്കേണ്ടത്? വെർബിന് മുമ്പിൽ, ഒബ്ജക്റ്റിന് ശേഷം. വെർബിന് മുമ്പിലാണ് നമ്മൾ നോട്ട് ടു ചേർക്കേണ്ടത്. എക്സാമ്പിൾ പറയട്ടെ, ക്ലിയർ ആണോ? യെസ്. He said to me, ഒന്നുകൂടി പറയോ? എന്താണ് ക്വസ്റ്റ്യൻ ആണോ? യെസ്, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ, ക്ലിയർ ആവുന്നില്ല. He said to me,
He said to me, do not do not do not tell a lie, please. Do not കഴിഞ്ഞിട്ടുള്ളത് കൊട്ടേഷൻ എഴുതണം കേട്ടോ, പറയുന്നതായിട്ടാണ്. He said to me, do not tell a lie, please. എഴുതിയോ? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയോ? എഴുതിയോ? He said to me, do not tell a lie, please. എഴുതിയോ? നമുക്ക് ആൻസർ പറയാം. യെസ്. ഒരാൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റി പറയാൻ പറ്റുമോ? വെർബിന് മുമ്പ് നമ്മൾ എന്ത് ചേർക്കും? ഇത് അതിലൊരു റിപ്പോർട്ടഡ് വെർബ് ഏതാണ്? റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? റിക്വസ്റ്റഡ്. റിക്വസ്റ്റഡ്. എന്താണ് അവിടെ പ്ലേസ് വന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ റിക്വസ്റ്റഡ് ആയത്. ഓക്കെ, ഇതിന് പറഞ്ഞേ, സെന്റൻസ് പറഞ്ഞേ. He requested me not to tell lie, please. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മള് പ്ലീസ് എന്നുള്ളത് വീണ്ടും ആഡ് ചെയ്യോ അപ്പൊ ആ സെന്റൻസിൽ? ഇല്ല, ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. പ്ലീസ് ചേർക്കില്ല. പ്ലീസ് നമ്മൾ അവിടെ റിക്വസ്റ്റഡ് ആയല്ലോ, പ്ലീസ് നമ്മൾ ഒഴിവാക്കും. He requested me not to tell a lie. പ്ലീസ് നമ്മൾ അവിടെ ചേർക്കില്ല. പ്ലീസ് അവിടെ വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് ആയിട്ട് എഴുതിയത്. എഴുതിയോ എല്ലാരും ആൻസർ? പറയാമോ? ഒന്നുകൂടി പറയണോ? ആൻസർ ആണോ? ആൻസർ അല്ലേ? അതെ. He requested me not to tell a lie. ഇവിടെ പ്ലേസ് വന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് ആക്കിയത്. അടുത്ത എക്സാമ്പിൾ പറയട്ടെ? എഴുതിയോ എല്ലാരും? പറയട്ടെ അടുത്തത്? ക്ലിയർ ആണോ ഇത്? നെഗറ്റീവ് ഇമ്പറേറ്റീവ് നിങ്ങൾ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആരും പറയുന്നില്ല ഒന്നും. 2-3 എക്സാമ്പിൾസ് ഒക്കെ തരുമ്പോഴത്തേക്കും ഓക്കെ ആവൂടാ. ഓക്കെ, പറയാം. അടുത്ത എക്സാമ്പിൾ പറയട്ടെ? പറഞ്ഞോളൂ. John said to the servant, ഇനി കൊട്ടേഷൻ എഴുതണം കേട്ടോ. Don't forget to clean my room. John said to the servant, don't forget to clean my room.
എഴുതിയോ? യെസ്. അപ്പൊ ഇതിനെങ്ങനെയാ നമ്മൾ എഴുതുന്നത്? ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? വാണ്ടഡ് ആണോ? ഓർഡേർഡ് ആണ്. ഉടനല്ല, വാണ്ടഡ് ആണോ? ആജ്ഞാപിക്കുകയല്ലല്ലോ. വാണ്ടഡ് ആണോ? വാണിംഗ് കൊടുക്കണം. വാണിംഗ് വരും. കമാൻഡഡ് ആണ്. ആജ്ഞാപനമല്ലേ? ജസ്റ്റ് പറയുന്നതല്ലേ. ആസ്ക്ഡ് ആണ്. പോലെ ഇരിക്കൂലേ? നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയ ആൻസർ ടോൾഡ് ആണ്. എന്റെ ആൻസർ ടോൾഡ് വരാം പറയാം. നമ്മൾ സെർവന്റിനെ ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. ജോൺ സെഡ് ടു ദ സെർവന്റ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലീൻ മൈ റൂം. ടോൾഡ് വരാം. മിസ് എന്തെങ്കിലും ടോൾഡ് വന്നൂടെ? നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു. ബാക്കി പറഞ്ഞേ, സെന്റൻസ് പറഞ്ഞേ. കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോ ആൻസർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും കേട്ടോ. ടീച്ചേഴ്സ് ആണ്, ഞാൻ പ്രത്യേകം പറഞ്ഞു, എല്ലാം ടീച്ചേഴ്സ് ആണ്. അപ്പൊ രണ്ടുപേരുടെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ക്യാമറയും മൈക്ക് ഓഫ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, അവര് ഞാനായി ടോൾഡാണ് എഴുതിയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ചോദിക്കുന്നുള്ളൂ. ജോൺ സെഡ് ടു ദ സെർവന്റ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലീൻ മൈ റൂം. അപ്പൊ നമ്മൾ ഇനി ആ സെന്റൻസിലോട്ട് മാറ്റിയേ, ഇൻഡയറക്റ്റിലോട്ട് മാറ്റിയേ. ജോൺ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? John told the servant, don't forget to clean his room. അല്ല, അവിടെ ഡോണ്ട് വരുമോ? നെഗറ്റീവ് ഇമ്പറേറ്റീവ് എന്താണ് വരുന്നത് വെർബിന് മുമ്പ്? നോട്ട് ടു ആണ് വരുന്നത്, അല്ലേ? Not to forget to clean his room. Yes. Not to forget to clean his room. John told the servant not to forget to clean his room. എഴുതിയോ? അടുത്ത എക്സാമ്പിൾ പറയട്ടെ. എഴുതിയോ എല്ലാരും? അടുത്ത എക്സാമ്പിൾ പറയട്ടെ. The teacher said, do not make a noise. The teacher said, do not make a noise. Quotation എഴുതണം. Do not make a noise. Quotation എഴുതണം. The teacher do not make a noise. എഴുതിയോ? The teacher said, do not make a noise. ആൻസർ പറയാം. പറയട്ടെ. ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? Ordered ആണ്. Ordered. Ordered വരാം. The teacher
പറഞ്ഞേ, ഒരാൾ സെന്റൻസ് പറഞ്ഞേ. നെഗറ്റീവ് ഇംപെറേറ്റീവ് ഫോമിലോട്ട് പറഞ്ഞേ. ഇതില് സബ്ജക്റ്റ് ഇല്ലല്ലോ. സ്റ്റുഡൻസ്, സബ്ജക്റ്റ് ഇല്ലേ? ടീച്ചർ. സ്റ്റുഡൻസ് പറഞ്ഞോ? ടീച്ചർ ഉണ്ട്, സബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് ആണ് ഇല്ലാത്തത്. ഒബ്ജക്റ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞില്ലേ? ഒബ്ജക്റ്റ് ഇല്ല. സോറി. നമുക്ക് തരുന്ന സെന്റൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ആ സെന്റൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഉള്ള എഴുതുന്നത്. ഓക്കെ, റിപ്പോർട്ടിംഗ് വെർബ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കുക. ദ ടീച്ചർ സെഡ് ഡു നോട്ട് മേക്ക് എ നോയ്സ്. ടീച്ചർ പറയുകയാണ് ഡു നോട്ട് മേക്ക് എ നോയ്സ്. നമ്മളത് എങ്ങനെ എഴുതി? ദ ടീച്ചർ ordered the students. ordered ഹിം എഴുതാലോ? not to അല്ല, സബ്ജക്റ്റ് not നമ്മൾ അവിടെ to make കൊടുക്കണ്ടേ? a noise. സബ്ജക്റ്റ് എഴുതണ്ടേ? ഒബ്ജക്റ്റ് എഴുതണ്ടേ അപ്പൊ? ഒബ്ജക്റ്റ് എഴുതണ്ടേ? സബ്ജക്റ്റ് അല്ലേ ഇത് ടീച്ചർ? അല്ല, ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റിൽ അപ്പൊ എഴുതാ. ഒബ്ജക്റ്റ് ഇല്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ടീച്ചർ സെഡ് ഡു നോട്ട് മേക്ക് എ നോയ്സ്. ടീച്ചർ അപ്പൊ ആരോടായിരിക്കും പറയുന്നത്? സ്റ്റുഡൻസിനോടായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്കിപ്പോ അവിടെ നമുക്ക് സ്റ്റുഡൻസ് എഴുതാലോ? സ്റ്റുഡൻസ് എന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് എഴുതണ്ടെന്നാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടായിരുന്നു. എഴുതണോ മിസ്സേ? ഇപ്പൊ ആൻസർ എങ്ങനെയാണോ വരാ? ദ ടീച്ചർ ഓർഡേർഡ് നോട്ട് ടു മേക്ക് എ നോയ്സ്. അതാണ് ആൻസർ. ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് അതാണ്. ബാക്കി എന്തെങ്കിലും ഡൗട്ട് മിസ് പറയും. താങ്ക് യു. കഴിഞ്ഞു മിസ്. മിസ് എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞട്ടെ, ക്ലാസ് ഒക്കെ എടുത്തു ഓക്കെ, പക്ഷെ ടെൻഷനാണ്. എന്തിനാ ടെൻഷൻ? ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഓരോന്ന് പറയുന്നത്. മിസ് താഴെ കൊടുത്തിട്ടില്ലേ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് വിത്ത് ക്യാൻ യു? അത് മനസ്സിലായിട്ടില്ല മിസ്, അത് നോക്കിയിട്ട്. ഇതൊന്നും മനസ്സിലായില്ല. സജഷൻസ് ആണ്. അവിടെ താഴേക്ക് വരെയുള്ള മനസ്സിലായിട്ടില്ല. അതായത് നമ്മള് can you please give me the pen എന്ന് പറയാറുണ്ട്. will you please give me the pen, അല്ലെങ്കിൽ would you please give me the pen, could you please give me the pen ഇതൊക്കെ പറയാറില്ലേ, ചോദിക്കാറില്ലേ? സോ എല്ലാ സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സെന്റൻസിൽ വന്നാൽ അതെല്ലാം റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ശരിയല്ലേ? can you please give me the pen റിക്വസ്റ്റ് അല്ലേ? എന്നാ പേന നിർത്തരാവോ? അത്രേ ഉള്ളൂ. അപ്പോ question starting with can you, could you, will you, would you are really request. That's all. Okay, clear? എന്താണ് imperative sentence എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? അത്രേ ഉള്ളൂ. ഒരുപാട് ചിന്തിച്ച് തലകൊണ്ടാക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക, അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ആ ഇമ്പരീറ്റീവ് സെന്റൻസ് കണ്ടാൽ അത് എന്തായിരിക്കും, റിക്വസ്റ്റ് ആണോ അഡ്വൈസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരൂ. അല്ലാതെ ഈ പാർട്ടിയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മോസ്റ്റ്ലി വരുന്നത് റിപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റിൽ നിന്നായിരിക്കും കുറച്ച് കൂടുതൽ വരും. ടെസ്റ്റ് വരും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ മോസ്റ്റ്ലി നിങ്ങൾക്ക് അത് കുറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, ഇമ്പറേറ്റീവ്സ് വരുമ്പോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അവര് ചോദിക്കുന്ന റിക്വസ്റ്റ് ആണോ അഡ്വൈസ് ആണോ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന സെന്റൻസ് ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് എക്സാമിന് വരുമോ? അപ്പൊ ആ ഒരു പേടി വേണ്ട. ക്ലിയർ?
അത്രയേ ഉള്ളൂ. Yes. ഓക്കെയാണ്, സമാധാനായി. ആ ഒരു ടോപ്പിക് ഇങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് എക്സ്പ്ലനേഷൻ. മിസ്സേ ഒരു സോറി പറയാനുണ്ട് മിസ്സേ, കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു സോറി മിസ്സേ, എല്ലാവരുടെയും പേരില് ഭയങ്കരമായിട്ട് വിഷമമായി അറിഞ്ഞു. ക്ലാസ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയതല്ലേ, അപ്പോ ബ്രേക്ക് വന്നപ്പോ ഒരു ബുദ്ധിമുട്ടായി. കാരണം എനിക്കും അറിയില്ലല്ലോ ക്ലാസ് എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോ നിങ്ങൾ കാണാതായപ്പോ ഞാൻ എന്ത് ചെയ്യും? വേറെ ചാപ്റ്ററിലേക്ക് പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇനി അടുത്ത ടോപ്പിക് എക്സ്പ്ലനേഷൻ ആണ്. ആരാണോ ഗ്രൂപ്പ് മെമ്പേഴ്സ് അവർ അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയാണ്. ഇത്രയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ചാപ്റ്റർ ഒന്നും അല്ല. എടുത്ത് വന്നപ്പോഴും നിങ്ങൾക്ക് പഠിച്ചു വന്നപ്പോഴും സിമ്പിൾ ആയിട്ട് തോന്നിയില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ആണ്. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീച്ചർ ആണെന്ന് ഉള്ളിലൊന്ന് ഉൾക്കൊള്ളാം. ഓക്കെ, ടീച്ചർ ആണ്, അപ്പൊ അതിൻ്റെതായ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മറന്നുപോകും. ഓക്കെ, എത്ര വീട്ടിൽ നിന്ന് നമ്മൾ എത്രയോ പ്രാക്ടീസ് ചെയ്ത് വന്നാലും ടെൻഷൻ വന്നു കഴിഞ്ഞാല് ഫുള്ള് ബ്ലാങ്ക് ആയി പോകും. എന്തൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കൂൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? ടീച്ചറും കുഴപ്പമില്ല, അറിയാവുന്നതാണ്, നിങ്ങൾ ഫ്രണ്ട്സും ആണ്. പിന്നെ എന്താ ടെൻഷൻ? എനിക്കുള്ള ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ്, ടെൻഷൻ അടിക്കാണ്ട് കൂളായി കാമായിട്ട് ക്ലാസ് കൊടുക്കാം. ഓക്കെ ഓക്കെ മിസ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒപ്പീനിയൻ പറയൂ, ഫീഡ്ബാക്ക് വേണം, ടീച്ചേഴ്സിന് ആവശ്യമാണ്. നന്നായി മനസ്സിലായിട്ടുണ്ട് മിസ്. ആദ്യം പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് ആ ഫോർമാറ്റ് നോക്കി പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റി. കേട്ടില്ല, എന്തോ പറഞ്ഞല്ലോ? അത് ഫോർമാറ്റ് ഒക്കെ പറഞ്ഞു തന്നതുകൊണ്ടേ നമുക്ക് ഫോർമാറ്റ് നോക്കിയിട്ട് കറക്റ്റ് അത് ചെയ്യാൻ പറ്റിന്ന് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടമായിട്ടോ ടീച്ചേഴ്സ്? നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഒരാഴ്ചയായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ കുഴപ്പമില്ലായിരുന്നു, ചെയ്യാൻ പറ്റുന്ന അറിയായിരുന്നു. എന്ത് വന്നാലും ചെയ്യണം എന്നുണ്ടായിരുന്നു. രണ്ടുപേരെ ഉള്ളെങ്കിൽ ആ രണ്ടുപേര് വെച്ച് ചെയ്യണം എന്നായിരുന്നു. നാദിയ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. മനീഷയ്ക്ക് പകരമാണ് വന്നത്. ലാസ്റ്റ് ടൈം നാദിയ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടായി വന്നു. എന്തായാലും നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു തോന്നുന്നു. ചെയ്തു. ഓക്കെ, സോ പിന്നെന്താണ് ഇനി നെക്സ്റ്റ്? ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്ലനേഷൻ ആണ്. ആ ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ വരാം. ആരൊക്കെയാണ് മെമ്പേഴ്സ്? ആരൊക്കെയാണ് ഗ്രൂപ്പ് ക്ലാസ്സിലുണ്ടോ ഇപ്പോ? ഉണ്ട് മിസ്സേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാട്ടോ. ക്ലാസ് എന്നിട്ട് ക്ലാസ് എടുക്കുക, മനസ്സിലാവുന്ന രീതിയിൽ എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ആക്കാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരും. ഓക്കെ, ഓക്കെ മിസ്. ക്ലിയർ ആണ്. പിന്നെ ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? മിസ്സേ, ആ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് അവിടെ വേണോ? ഒബ്ജക്റ്റ് വേണോ സെന്റൻസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? എന്തായാലും ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? ക്വസ്റ്റ്യൻ The teacher said, "Do not make a noise." ഒന്നുകൂടെ. The teacher said, "Do not make a noise." The teacher said, "Don't make noise." Okay. അപ്പോ ടീച്ചർ പറഞ്ഞു. ടീച്ചർ ആരോടാണ് പൊതുവെ പറയാ? സ്റ്റുഡൻസ് അല്ലേ? സ്റ്റുഡൻസ് ആണ്. വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടീച്ചർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പറയാം. The teacher ordered not to make a noise. അങ്ങനെയാണ് ഞാൻ ആൻസർ പറഞ്ഞു കൊടുത്തത്. ഇവിടെ സ്റ്റുഡൻസിന്റെ ആവശ്യം ഉണ്ടോ?
വേണമെങ്കിൽ എഴുതാം അല്ലേ? വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ടീച്ചർ പറയുന്ന സ്റ്റുഡൻസിനോടാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയും പറയാം, ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ടും മിസ്റ്റേക്ക് വരില്ല. ഓക്കെ. പിന്നെ എക്സാമിന് വരുന്നത് ഇപ്പോ പറഞ്ഞ പോലെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വരും. 4 ഓപ്ഷൻസ് ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ബേസിക്സ് വേണം ആൻസർ ചെയ്യാൻ, അത്രയൊക്കെ ഉള്ളൂ. എക്സാമിന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ റിപ്പോർട്ടിംഗ്, ഡയറക്റ്റ് ആൻഡ് സ്പീച്ച് കംപ്ലീറ്റ് ആകും. ഓക്കെ. എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. മാക്സിമം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഡിസ്കസ് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ. എല്ലാം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ക്വസ്റ്റൻ ആണെങ്കിലും എല്ലാത്തിനും ബേസ് ചെയ്തുള്ള എക്സസൈസ് ഉണ്ട്. നോക്കാം കേട്ടോ, മാക്സിമം നോക്കാം. അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ. സഫിയ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ല, ഇന്നും കണ്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയോ? ഇല്ല മിസ്, ഗ്രൂപ്പിലും വന്നിട്ടില്ല. ആണോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, പൊതുവെ ഇങ്ങനെ കാണാത്തതാണ്. ക്ലാസ്സിൽ ഉണ്ടാവണതാണ്. സോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതിനോട്ട് പറയും. ഞാനാ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ആദ്യമായി നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ അശ്വതി മിസ്സിനെ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമുക്ക് റിപ്പോർട്ടിംഗ് ഇമ്പറേറ്റീവ്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് വളരെ നന്നായി ക്ലാസ് എടുത്തു തന്ന അഞ്ജുവിനും നാദിയയ്ക്കും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ ക്ലാസ്സിനെ ഏറ്റവും നന്നായി കൊണ്ടുപോയ എൻ്റെ ഓരോ സഹപാഠികൾക്കും, അത് ക്ഷമാപൂർവം കേട്ടിരുന്ന എൻ്റെ എല്ലാ സഹപാഠികൾക്കും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Okay, so thank you all. See you on the next class. Okay, bye.